ഹായ് എവ്രിവൺ, എൻ്റെ പേര് ഡോക്ടർ ദിവ്യ. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എപ്പോഴാണ് നമ്മളൊരു കൗൺസിലറുടെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതെന്നാണ്. അത് വേറെ എപ്പോഴും അല്ല, നമ്മളെല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. ഓരോ ഓരോരുത്തരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫിനാൻഷ്യലി ആയിരിക്കാം, ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലവ് അഫെയർ അതിൽ പെട്ടിട്ട് എന്തെങ്കിലും ആയിരിക്കാം, മാരേജിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആ ഘട്ടത്തിൽ ചുറ്റുമുള്ളതൊന്നും ശരിയല്ല, ഞാൻ അവിടെ സ്റ്റക്കായി പോയി. വെൻ യു ഫീൽ ഡൗൺ ഓർ സ്റ്റക്ക് ഓൺ യുവർ ലൈഫ്, ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. നമ്മുടെ എല്ലാ പ്രോബ്ലംസിനും ഒരു റൂട്ട് കോസ് ഉണ്ടാവും. അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. അതിന് നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യും. ആരുടെയൊക്കെ ഹെൽപ്പ് സീക്ക് ചെയ്യും? നമ്മുടെ പാരൻസിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ആരുടെടുത്തും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്, നമുക്ക് പുറത്തുള്ള ഒരാളുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഫ്രണ്ട്ലി മാനറിൽ സംസാരിക്കാൻ പുറത്തുള്ള ഒരാൾ വേണം എന്നൊരു തോന്നുന്ന ഘട്ടത്തിലാണ് നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത്. ഈ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്രോബ്ലംസിനും ഒരു കോസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രോബ്ലംസ് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ റൂട്ട് കോസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടം വരുമ്പോഴാണ് നമ്മുടെ സൈക്കോളജിസ്റ്റിൻ്റെയോ കൗൺസിലറുടെയോ ഒക്കെ അഭിപ്രായം തേടേണ്ടത്. പിന്നെ എല്ലാവരുടെയും സമൂഹത്തിൽ ഒരു വിശ്വാസമുണ്ട്, ഈ കൗൺസിലറുടെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ സൈക്യാട്രിസ്റ്റിന്റെ ഒക്കെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലുനാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണെന്ന്. അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും മെന്റലി ഡൗൺ ആവുന്ന ഒരു അവസ്ഥ വരും. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു നിങ്ങൾ വിചാരിക്കരുത്. എല്ലാവരുടെ ലൈഫിലും ഓരോ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ആ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻസ് മരുന്നുപരമല്ലാതെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ കൗൺസിലറുടെ തെറാപ്പികൾ എടുത്തിട്ട് ഈ സൊല്യൂഷൻസിന് ഒരു പെർമനന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സഹായം തേടേണ്ടത്. അതിന് നിങ്ങളൊരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. അതിന് സൊസൈറ്റി എന്ത് വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ ബാക്കി ഫ്രണ്ട്സ് എന്ത് വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റായിട്ട് ഓഫ്ലൈനായിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈനായിട്ടും കൗൺസിലിംഗ് ഹെൽപ്പ് സീക്ക് ചെയ്യാം. ഞാനെന്നല്ല, ഞാൻ ഉൾപ്പെടെയുള്ള ഇനിയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റും ഉണ്ട്. അവരുടെ ആരുടെയെങ്കിലും ഹെൽപ്പ് സീക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതല കിട്ടിയിട്ട് വരാനുള്ള വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ പോയി ഭയങ്കര മെന്റലി ഡിപ്രസ്ഡ് ആയി വേറെ പല അസുഖങ്ങളുടെ അവസ്ഥകളിലോട്ടൊന്നും ചെന്ന് പോവാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ മനസ്സിലായല്ലോ എപ്പോഴാണ് ഈ സൈക്കോളജിസ്റ്റിന്റെയും കൗൺസിലറുടെയും ഒക്കെ ആവശ്യമെന്ന്. അതിന് യാതൊരു മടിയും കാണിക്കേണ്ട. എൻ്റെ ഹെൽപ്പ് എപ്പോഴെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് കൗൺസിലിംഗ് ഉണ്ടായിരിക്കും. ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് എവിടെയാണ് സ്ഥലമെന്ന്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ്. പുറത്തുള്ള ഈ ജില്ലയിലുള്ള എല്ലാ ആൾക്കാർക്കും കൗൺസിലിംഗ് സീക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഞാൻ ഓൺലൈനായിട്ടും കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, പുറത്തുനിന്നുള്ള ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് സീക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം.